വാഴ്ത്തിടുന്നു 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 ഞാൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. പാതകർക്കായി നീതി വഴി ഊതിത്തന്നോനേ പാരിടത്തിൽ നിന്നെയോടെ വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. ഗതസമന ശിഷ്യരുമായി പ്രാർത്ഥിച്ചവനെ രക്തവും ഉയർത്തവനെ വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. ഗതസമന ശിഷ്യരുമായി പ്രാർത്ഥിച്ചവനെ രക്തവും ഉയർത്തവനെ വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. കുരിശെടുത്തു മലമുകളിൽ നടന്നു പോയോനേ പാദം രണ്ടും ചുംബിച്ചപ്പോൾ വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. കുരിശിലേരും പാണികളാൽ തറയ്ക്കപ്പെട്ടു ഏഴുമൊഴി ചൊന്നവനെ വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. കുരിശിലേറി മരിച്ചുയർത്തു സ്വർഗ്ഗപോയോനേ നിത്യ ജീവിക്കുന്നവനെ വാഴ്ത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. ദൂതരുമായി മേഘവാഹനേ വരുന്നോനേ വേഗം നിന്നെ കാൺമതിനായി കാത്തിടുന്നു ഞാൻ. വാഴ്ത്തിടുന്നു 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 ഞാൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. എന്നുമേഘ വന്നു കാണും രക്ഷകനെ ഞാൻ എന്നെ നോക്കി നോക്കി കാത്തിടുന്നേ നിൻവരവിനായി. വാഴ്ത്തിടുന്നു 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 ഞാൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. നിൻവരവിൽ മുന്നണിയായി നിന്നിടുമേ വാഴ്ത്തി വാഴ്ത്തി നിന്നിടുമേ നിൻവരവിൽ വാഴ്ത്തിടുന്നു 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 ഞാൻ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നു ഞാൻ. Hallelujah. Daddy, we praise you. We lift up your name, Jesus, Daddy. Hallelujah. ലോകമെമ്പാട് കർത്താവെ ഈശ്വരാഘോഷിക്കാൻ പോകുകയാണ് കർത്താവെ. ഓ എൻ്റെ കർത്താവ് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ഞങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവ മക്കളുടെ ഉള്ളിൽ. Hallelujah. God created us. കർത്താവ് നമ്മളെ സൃഷ്ടിച്ചു. കർത്താവ് നമുക്ക് വേണ്ടി ജീവൻ തന്നു. കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നു. കർത്താവിന്റെ മക്കളായി തീരുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു.
കർത്താവെ, അടികളങ്ങെ സ്തുതിക്കുന്നു. യു വാഷ്ഡ് അവർ സിൻസ്. ഹല്ലേലൂയ. ലോകത്തിന്റെ പാപം മുഴുവൻ കാൽവരി ക്രൂശിൽ വഹിച്ച കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. യു took all our sicknesses, ഞങ്ങളുടെ എല്ലാ ഗ്രീഫ്സും സോറോസും ഡിസീസ് എല്ലാ കർത്താവ് ഹല്ലേലൂയ കാൽവരി ക്രൂശിൽ കർത്താവെ അങ്ങ് ചുമന്നു. ഹല്ലേലൂയ. അങ്ങയുടെ അടിപ്പിടരാലുള്ള സൗഖ്യത്തിന്റെ ശക്തി കർത്താവ് ഞങ്ങളുടെ മേൽ പകർന്നു. ഇന്ന് രാത്രി കർത്താവെ, കടന്നു വന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി കടന്നു വരുവാനുള്ളവരെ പരിശുദ്ധാത്മാവ് വേഗം കൂട്ടി വരുത്തിയാട്ടെ. കർത്താവെ, ഞങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ അങ്ങയുടെ വചനമാണ് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ആ വചനം, ഇരുവായ്ത്തലയുള്ള വാൾ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ കടന്നു വരുന്നവർക്ക് വിടുതലും സൗഖ്യവും ഹല്ലേലൂയ അത്ഭുതവുമാക്കി കർത്താവ് തീർക്കുന്നതിനായി സ്തോത്രം. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. ആദ്യോടെന്ന് കർത്താവെ ശുശ്രൂഷ ചെയ്യുന്ന ദേവദാസിയെ തിരുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശക്തിയോടെ രാത്രി ശുശ്രൂഷ ചെയ്യാൻ അങ്ങയുടെ ദാസിയെയും കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, കുടുംബങ്ങളെല്ലാം യേശു ക്രിസ്തു രക്തമറിക്കുന്നു. സകല പ്രാർത്ഥനയാചനയപ്പിച്ചുകിട്ട് കൃപയ്ക്കായി സ്തോത്രം. സാലോ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചു എന്ന യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമുക്ക് വേഗം വചനത്തിലേക്ക് കയറാം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യമാണ് ഞാൻ വായിക്കാം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയുമില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. റിഖാലബശന്തര റിഖബസന്തര. വിശ്വാസത്തെ യേശു കർത്താവ് അനേക വിഷയങ്ങളോട് സാദൃശ്യപ്പെടുത്തിയാണ് ഹല്ലേലൂയ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ 17-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ വിശ്വാസത്തെ യേശു കടുകുമണിയാകുന്ന വിത്തിനോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞു. ഹല്ലേലൂയ. നമുക്കറിയാം, ചന്ദ്രരോഗം പിടിച്ച ഒരു രോഗിയെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവർക്ക് അവരെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ അടുക്കൽ ആ രോഗിയെ കൊണ്ടുവന്നപ്പോൾ യേശു സൗഖ്യമാക്കിയതായി അവർ കണ്ടു. ഹല്ലേലൂയ. ഓറി ഖാലാബശത്തര. അപ്പോൾ ശിഷ്യന്മാര് യേശു കർത്താവിനോട് ചോദിക്കണ ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ദി ഖാലാബശന്തര. എന്തുകൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞില്ല കർത്താവെ, എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന് ശിഷ്യന്മാർ ഹല്ലേലൂയ പതുക്കെ സ്വകാര്യമായിട്ട് യേശു കർത്താവിനോട് ചോദിച്ചു. ഹല്ലേലൂയ. ഓറി ഖാലാബ. യേശു പറഞ്ഞ വാക്കുകളിലാണ്. ഹല്ലേലൂയ. വിശ്വാസത്തെ കടുകുമണിയോട് അവിടെ സദൃശ്യപ്പെടുത്തി കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസമില്ലായ്മയാണ് ഹല്ലേലൂയ നിങ്ങൾക്ക് ആ രോഗിയെ സൗഖ്യമാക്കാൻ കഴിയാത്തത്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറുക എന്ന് പറഞ്ഞാൽ അത് മാറും. നിങ്ങൾക്ക് ഒന്നും അസാധ്യം ആകയില്ല. ഹല്ലേലൂയ. റിഖാലബശന്തര ദിഖാരഗശന്തര. കടുകുമണിയുടെ വലിപ്പമല്ല കർത്താവ് ഇവിടെ വ്യക്തമാക്കിയത്. അവരുടെ എന്താ പറയുക, അല്പവിശ്വാസം ആണ് കർത്താവ് പറഞ്ഞത്. യേശു അത് എന്താ പറയുക, കടുകുമണിയോളം വലിപ്പമുള്ള ചെറിയ വിശ്വാസം അവർക്ക് ഹല്ലേലൂയ അവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് യേശു വെളിപ്പെടുത്തിയത്. പക്ഷെ അതുകൊണ്ട് രോഗാത്മാവ് വിട്ടുപോയില്ല എന്ന് വ്യക്തമാക്കി. ഹല്ലേലൂയ. ഓറി ഖലബശത്തരധികാരകശന്തര. ഒരു വ്യക്തിയിൽ വിശ്വാസം നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ അവന് അസാധ്യമായി ഒന്നുമില്ല. നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഹല്ലേലൂയ ഞാൻ ചെയ്തതിനേക്കാൾ അധികം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ദൈവമക്കളെ വിശ്വാസമാണ്. ഹല്ലേലൂയ. നിഖാലബശന്തര അധികാരകശന്തര. ഒരു മെസ്സേജിൽ ഒരു സിസ്റ്ററിൻ്റെ സാക്ഷ്യത്തിൽ ഇങ്ങനെ പറയുണ്ടായി. വളരെ പ്രസിദ്ധിയായി ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദേവദാസിയാണ്. ആ ദേവദാസിക്ക് ഒരു ദിവസം കർത്താവ് ഒരു വിഷൻ കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഒരു സ്വർണ്ണ അലമാര നിറച്ചും കുറേ സാധനങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. അപ്പം ഈ സിസ്റ്റർ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇത് എന്നെ ഈ അടുക്കി വെച്ചേക്കണേ, ഇത് എന്നാ ഇത്? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, എത്രയോ പേരുടെ പ്രാർത്ഥന റിക്വസ്റ്റുകളാണ്. ഹല്ലേലൂയ. അപ്പൊ എന്തുകൊണ്ട് അതവർക്കത് അതിനുള്ള മറുപടി കർത്താവ് കൊടുത്തില്ല? എന്നാ കാര്യം?
അപ്പൊ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് അവർ പറഞ്ഞ പ്രാർത്ഥനയുടെ റിക്വസ്റ്റുകൾക്ക്, അവർ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി നൽകും എന്ന് ഉള്ള വിശ്വാസം അവർക്ക് ഇല്ല. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, യഹോവയെ കാത്തിരിക്കുന്നവരാണ് ശക്തിയെ പുതുക്കുന്നത്. ഹല്ലേലൂയ. ഒരു പ്രാർത്ഥനാ വിഷയത്തിന് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരുന്ന ഒരു സിസ്റ്റർ എനിക്കറിയാം. ഹല്ലേലൂയ. ഷീ ഗോട്ട് എ പ്രോഫസി ഫ്രം ഏതോ ഒരു ഗസ്റ്റ് പാസ്റ്ററിൻ്റെ നിന്ന് കിട്ടിയപ്പം ആ ടൈമിൽ ആ പ്രവചനം നിവൃത്തിയാകാത്തത് കൊണ്ട് ഈ മീറ്റിങ്ങിൽ കയറുന്നില്ല. ഹല്ലേലൂയ. എൻ്റെ തെറ്റാണോ? പ്രവചനം പറഞ്ഞ ദേവദാസിൻ്റെ തെറ്റാണോ ദൈവമക്കളെ? ഹല്ലേലൂയ. അവരുടെ അവിശ്വാസമാണ്. അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റണില്ല. ആ പ്രവചനം നിറവേറാനായിട്ട് അവർക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ അവർക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയണില്ല. ഹല്ലേലൂയ. അതിനായി കാത്തിരിക്കണം. കൂടുതൽ വിശ്വസിക്കും തോറും നമ്മുടെ ഹൃദയം എന്താണ്, ആ ഹാർഡ്നെസ് ഒക്കെ മാറിയിട്ട് ഒന്ന് ലോല ഹൃദയമായി തീരും. നമ്മൾ മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 2-4 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ, ഹല്ലേലൂയ, അതിൻ്റെ 2-ാം വാക്യം ഇപ്രകാരം പറയുന്നു: അവനൊരു ശിശുവിനെ അടുക്ക വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. അതിൻ്റെ 4-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിക്കണം. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആകുന്നു. ഹല്ലേലൂയ. നമുക്ക് ആഴമേറിയ വിശ്വാസം വേണം. സെക്കൻഡ് തിങ്, നമുക്കൊരു താഴ്മ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനോടുള്ള ആഴമായ സ്നേഹമുണ്ടാകണം. നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. ഹല്ലേലൂയ. എത്രയോ പേരുടെ പ്രാർത്ഥന ടെസ്റ്റിമണീസിൽ അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും അവർക്ക് എത്രയോ വർഷങ്ങളായി പലരോടുമുള്ള ഹല്ലേലൂയ ആ ഒരു കയ്പ്, ബിറ്റർനെസ് അവരിൽ നിന്ന് മാറാത്തത് കൊണ്ട് അവരുടെ വിഷയങ്ങൾക്ക് മറുപടി കിട്ടാതെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുക, നമ്മൾ താഴ്മയോടിരിക്കുക, നമ്മൾ സ്നേഹിക്കുക, നമ്മൾ മറ്റുള്ളവരെ ക്ഷമിക്കുക. അതുപോലെ ഈ ശിശുക്കളെ പോലെ സംശയിക്കാത്ത ഒരു ഹൃദയം നമുക്ക് വേണം. നമ്മൾ ഒരു പ്രാർത്ഥനാ വിഷയം കർത്താവിൻ്റെ സന്നിധിയിൽ സ്തോത്രത്തോടെ നമ്മൾ കർത്താവിൻ്റെ പാദപീഠത്തിൽ വെക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ ഡൗട്ട്ഫുൾ ആണെങ്കിൽ, നമ്മൾ സംശയിക്കുന്നവരാണെങ്കിൽ, ഹല്ലേലൂയ, നമുക്കൊരിക്കലും കർത്താവിൻ്റെ പാദപീഠത്തിൽ നിന്ന് ഒന്നും ലഭിക്കില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, നമ്മൾ ജീവിക്കുന്നത് ശരിയാണ്, നമ്മൾ ജീവിക്കുന്ന ഒരു വക്രത നിറഞ്ഞൊരു ലോകത്താണ്. ഹല്ലേലൂയ. ഈ ലോകത്ത് നടക്കുന്നത് മുഴുവനും സഭാപ്രസംഗി പറയുന്നത് പോലെ സകലവും മായയാണ്. നമുക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമുക്ക് ഈ ചുറ്റുപാടുമുള്ളവരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ ലോകത്തിൽ നടക്കണ ഒന്നും വിശ്വസിക്കാൻ വയ്യ. ഹല്ലേലൂയ. നമ്മളെല്ലാം ഏതോ ഒരു സിസ്റ്റർ പ്രാർത്ഥിക്കാൻ ഇടയ്ക്ക് എന്നോട് പറഞ്ഞതാ. ഒരു വീട്ടിൽ ചെന്നപ്പം അതിൻ്റെ ഗ്രഹനാഥൻ ചാനൽ ബൈ ചാനൽ ഇങ്ങനെ മാറി മാറി കണ്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഒരു ന്യൂസ് തന്നെയാണ് അടുത്ത ചാനലിൽ ഉള്ളത്. ഒന്ന് കേട്ടിട്ട് സമാധാനമില്ല, വീണ്ടും ആ വാർത്ത വീണ്ടും വേറൊരു ചാനലിൽ കൂടെ കേൾക്കണം. ഹല്ലേലൂയ. സമയം ഇങ്ങനെ വേസ്റ്റ് ചെയ്യുവാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാനോ വചനം വായിക്കുവാനോ അവരുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ സിസ്റ്റർ അവിടെ കടന്നുപോയതാണ്. ഹല്ലേലൂയ. പക്ഷേ അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ലോകപരമായ കാര്യങ്ങൾക്കാണ്. വാർത്തകൾ ഈ ലോകത്ത് നടക്കുന്ന വാർത്തകൾ, മീഡിയയ്ക്കിടെ കേൾക്കുന്ന വാർത്തകളെല്ലാം സത്യമാണോ ദൈവമക്കളെ? നമ്മുടെ വിശ്വാസത്തെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. ഞാൻ എത്രയോ വർഷങ്ങളായി പത്രം വായിച്ചിട്ട് ന്യൂസ് കേട്ടിട്ടും ഹല്ലേലൂയ അത് എൻ്റെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇറ്റ്സ് യുവർ ചോയ്സ് വെദർ യു ആർ ടു ഹിയർ ഓർ നോട്ട്. ഹല്ലേലൂയ. നമ്മൾ അത് ശ്രദ്ധിക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ നമ്മുടെ വിശ്വാസം വളരണമെങ്കിൽ നമ്മൾ കേൾക്കുന്നത്, നമ്മൾ ഉള്ളിലേട്ട് നമ്മൾ എടുക്കുന്നതും നമ്മുടെ നാവിൽ നിന്ന് പുറത്ത് വരുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഹല്ലേലൂയ. നമ്മളെ പരിശുദ്ധാത്മാവുമായിട്ട് നല്ലൊരു ബന്ധം നമ്മൾ ആത്മാവിനാൽ നടത്തപ്പെടുകയാണെങ്കിലും, നമ്മൾ കൂടുതൽ സമയം വചനവുമായി ഇരിക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് ആഴമായ വിശ്വാസം ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ഇന്നൊരു വണ്ടർഫുൾ സൂപ്പർ നാച്ചുറൽ ടെസ്റ്റിമണി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുക. നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വചനത്തിൻ്റെ ശക്തി എന്താണെന്ന്. ഉടാലക ശന്തര അധികാരക സന്തര ഓറിഖാലപ ശന്തര. എന്നിട്ട് അവർ
പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും വിശ്വാസം വർദ്ധിച്ചു വരുവാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടാത്തതൊന്നും നമ്മുടെ ചെവികളിലൂടെ നമ്മൾ കേൾക്കാൻ പോകണ്ട. ഹല്ലേലൂയ. റിഖാലബശന്തര ഓ റിബസ്യാന്തര. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മല കണ്ടിട്ട് നമ്മൾ നിരാശപ്പെടണ്ട, നമ്മൾ പിറുപിറുക്കണ്ട, നമ്മൾ ആവലാതി പറയണ്ട. എന്താ പറയേണ്ടത്? അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മോട് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം നമ്മൾ വിളിച്ചു പറയണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞായിരുന്നു തുടങ്ങിയപ്പം, നമ്മുടെ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാണ്, ഇരുവായ് തലയുള്ള വാളാണ്. ഈ വചനമെടുത്ത് നമ്മൾ ഈ മലയോട് എതിരിടാൻ ചെന്നാൽ ഹല്ലേലൂയ, ജയം നമുക്കാണ്. ഹല്ലേലൂയ. ഓറിക്കാലബ. ആ ജയം, അതിനെ ഓവർകം ചെയ്ത് ജയം പ്രാപിക്കുന്നത് നമ്മുടെ കണ്ണാൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. മല എത്ര വലുതായെന്നുള്ളതല്ല, യേശു എത്ര വലുതാണെന്നുള്ളതാണ് നമ്മൾ എപ്പോഴും നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. ഹല്ലേലൂയ. വളർച്ച പ്രാപിച്ച വിശ്വാസം ഉള്ളവൻ്റെ മുമ്പിൽ ഹല്ലേലൂയ ആ മല അധികം നാളെ നിൽക്കത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കുമെന്നാണ് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. രോഗികളുടെ മേൽ നിങ്ങൾ കൈവച്ചാൽ സൗഖ്യമുണ്ടാകും. വിശ്വാസത്തിൻ്റെ ശക്തിയും അധികാരവും വലുതാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് അസാധ്യമായി ഒന്നുമില്ലെന്നാണ് സ്വർഗത്തിലെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചേക്കണേ. ഹല്ലേലൂയ. ഓ റിഖാലബശന്തര റിഖാലഗശന്തര ഓ റിഖാബസ്യാന്തര. നമ്മൾ ലൂക്കോസ് വിശേഷം ഞാൻ എടുത്ത് വായിക്കാൻ സമയമില്ല. 8-ാം അധ്യായം 11 മുതൽ 15 വരെ നമുക്കറിയാം. നല്ല നിലത്ത് വീണ വിത്ത്. ഹല്ലേലൂയ. നമുക്കറിയാം, രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയോട് നമ്മൾ സുവിശേഷം പറയുമ്പോൾ അവർ ഓരോരോ എക്സ്ക്യൂസസ് പറയും. ഹല്ലേലൂയ. ഹാരബശന്തര. എല്ലാ ദൈവങ്ങളും ഒന്നാണ്, അതങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, ഇത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ സ്വീകരിക്കാം, ഇനിയും വളരെ സമയമുണ്ടല്ലോ, ഒക്കെ ഒരുപാട് എക്സ്ക്യൂസസ് നമ്മൾ കേൾക്കുന്നവരാണ്. ഹല്ലേലൂയ. അതൊക്കെ എന്താണ്? നമ്മൾ എത്ര നേരം അവരോട് വചനം പറഞ്ഞിട്ടും ആ വചനം അവരിൽ ക്രിയ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം സാത്താൻ അവരുടെ ഹൃദയത്തെ കുരുടാക്കി വെച്ചിരിക്കുക. ഈ വചനം ഹല്ലേലൂയ വരുമ്പോൾ അവരത് ഏറ്റെടുക്കാത്തത് കാരണം, അതിനെ വിശ്വാസത്താൽ സ്വീകരിക്കാത്തത് കാരണം, അത് ഏറ്റെടുക്കാത്തത് കാരണം സാത്താൻ വന്ന് ഹല്ലേലൂയ വചനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ്. ഹല്ലേലൂയ. റിഖാലബശന്തര റിഖാരഗസന്തര. ഞാൻ വേഗം ടെസ്റ്റിമണിയിലേക്ക് കയറാം. ഹല്ലേലൂയ. ബിക്കോസ് എനിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടിൻ്റെ വിശ്വാസത്തിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അത് അടുത്ത ആഴ്ച ഞാൻ പറയാം. ഞാൻ വേഗം ടെസ്റ്റിമണിയിലേക്ക് കയറാം. ഹല്ലേലൂയ. ഈ ടെസ്റ്റിമണി നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. സച്ച് എ പവർഫുൾ ടെസ്റ്റിമണിയാണ്. നമ്മുടെ വിശ്വാസത്തെ വളർത്താൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ടെസ്റ്റിമണിയാണിത്. ഹല്ലേലൂയ. ഒരു കുടുംബം. ഹല്ലേലൂയ. ആ സഹോദരി മോനി എന്നാണ് സഹോദരിയുടെ പേര്. മാതാപിതാക്കളെല്ലാം പുണ്യാളന്മാരെയൊക്കെ സേവിച്ച് ഹല്ലേലൂയ അങ്ങനെ ഒരു ജീവിതം നയിക്കുന്ന ഒരു കുടുംബം. അവരുടെ ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവില്ല. മാതാവ് ഒരു നേഴ്സായിരുന്നു. ഹല്ലേലൂയ. 20-ാം വയസ്സിൽ ഈ സഹോദരി ബോംബെയിലേക്ക് കടന്നുപോയി. ഹല്ലേലൂയ. അവിടെ ഒരു ജോലി, കുറച്ച് ജോലിയൊക്കെ ചെയ്തു. അവിടെ ബോംബെ സെറ്റിൽ ചെയ്ത് അങ്ങനെ വരികയായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞു. അവിടെ സെറ്റിൽഡായി അങ്ങനെ ജീവിക്കുന്ന സമയത്ത് അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. റിഖാലബശന്തര. അവർ മതഭക്തിയിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് അവർക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. രക്ഷ എന്താണെന്നോ ഒന്നും അവർക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. റിഖാലബശന്തര. ബോംബെയിൽ അവർ പറയുന്നുണ്ട് ഒരു വലിയ പള്ളിയുണ്ടെന്ന്. ഹല്ലേലൂയ. എല്ലാ ബുധനാഴ്ചകളും അവിടെ നേർച്ച കാഴ്ച ഇടുന്ന ഒരു പതിവ് അവർക്കുണ്ടായിരുന്നു. അങ്ങനെ 5-6 വർഷം അങ്ങനെ മുന്നോട്ട് പോയി. ഹല്ലേലൂയ. താൻ അവിടെ ഒരു ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് താൻ രക്ഷയിലേക്ക് വരാനുള്ള കാരണം എന്നാന്ന് വെച്ചാൽ, 2ാമത്തെ മകൾക്ക് ഹല്ലേലൂയ 9 മാസം പ്രായമുള്ളപ്പോൾ ഒരു നെംഫോട്ടിക് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖം വന്നു. ഹല്ലേലൂയ. എന്താ പറയുക, ബോഡി മുഴുവൻ ഈ എന്താ പറയുക മസിൽസ് ഒക്കെ ഇങ്ങനെ ലൂസാവുക. ഹല്ലേലൂയ. റിഖാലബശന്തര. ഈ കുഞ്ഞിന് എന്താ പറയുക ദേഹം ഇങ്ങനെ വീർത്ത് വരും. അവർ ആയുർവേദം കാണിച്ചു, ഹോമിയോ കാണിച്ചു, ഇംഗ്ലീഷ് മെഡിസിൻ കാണിച്ചു, എല്ലായിടത്തും കാണിച്ചെങ്കിലും ഹല്ലേലൂയ ഈ കുഞ്ഞിന് സൗഖ്യം ലഭിച്ചില്ല. അവർ പറയുന്ന ഇതാണ്, അവരുടെ ഭവനത്തിൽ ഈ കുഞ്ഞുങ്ങളെ കാണാൻ അവർക്കൊരു ഗസ്റ്റ് വന്നു. ഇവരുടെ ഹസ്ബൻഡ് ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കാണാൻ വന്നപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ് ഇത്. ഈ കുഞ്ഞിന് ഇവർ കൊടുത്ത ഒരു ചോക്ലേറ്റിനകത്ത് ഇവരെന്തോ ചേർത്ത് കൊടുത്തിരുന്നു. ഹല്ലേലൂയ. പക്ഷേ ഇതിൻ്റെ മാതാവിന് കഴിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ കുഞ്ഞിന്
അത് കഴിച്ചതിന് ശേഷമാണ് ഈ കുഞ്ഞിന് ഈ അസുഖങ്ങളെല്ലാം വന്നത്. ഹല്ലേലൂയ. ബോഡി മുഴുവൻ സെല്ല് ചെയ്യുക, ദേഹം മുഴുവൻ നീര് വരിക, എഴുന്നേറ്റ് നടക്കാൻ വയ്യ, ഒരു വല്ലാത്ത സിറ്റുവേഷൻ. ഈ ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം സിംറ്റംസ് എല്ലാം കാണിക്കാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. ഈ കുഞ്ഞിന് കൊണ്ട് കൊടുത്തു. ഹല്ലേലൂയ. ആ വീട്ടിലുള്ളവരെല്ലാം കഴിച്ചെങ്കിൽ ഈ കുഞ്ഞിന് ആക്ച്വലി അതൊരു പ്രത്യേകതരം ചോക്ലേറ്റ് ആയിരുന്നു അവർ പറയണേ. അപ്പം ഹല്ലേലൂയ. അവർ പ്രാർത്ഥിച്ച് നോക്കിയപ്പോൾ അവർ പറയുന്നു എന്തോ മന്ത്രവാദം എന്തോ ചെയ്തിട്ട് ഒരു ചോക്ലേറ്റ് ആയിരുന്നു അതെന്ന് പിന്നെ അവർക്ക് മനസ്സിലായി. ഹല്ലേലൂയ. അങ്ങനെ ഈ കുഞ്ഞിനെ ട്രീറ്റ് ചെയ്ത് അവർക്ക് 5 ലക്ഷം വരെ കടമുണ്ടായി. ഹല്ലേലൂയ. രഗശന്തര. അങ്ങനെ ജോലി ഒരു ചെറിയ ഒരു ഷോപ്പാണ് ഹസ്ബൻഡിന് ഉണ്ടായിരുന്നത്. ഹല്ലേലൂയ. അവർ കടത്തിന്മേ ആയപ്പോഴത്തേക്കും ഹല്ലേലൂയ അവർക്ക് ഭാരം കൊണ്ട് സഹിക്കാൻ വയ്യ. ഹല്ലേലൂയ. ഓ റിഖാലബശന്തര. ഇങ്ങനെ ഈ സഹോദരി സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുക വീട്ടിൻ്റെ ഫ്രണ്ടിൽ. ഹല്ലേലൂയ. അന്ന് ഈ കുഞ്ഞിന് അസുഖം വന്നിട്ട് 21ാമത്തെ ദിവസമാണ്. ഹല്ലേലൂയ. ഇതിനിടയ്ക്ക് ഇവർ പറയുന്നുണ്ട്, ഇവർ മന്ത്രവാദിയുടെ അടുത്ത് പോയി, കൈനോട്ടക്കാരുടെ അടുത്ത് പോയി. ഹല്ലേലൂയ. അപ്പോഴാണ് ഒരു നെയ്ബർ ഷിർദി ബാബയുടെ അടുത്ത് പോയാൽ സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ടും അവിടെയും കിട്ടിയില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്ഥലങ്ങളിൽ ഈ കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഈ മാതാപിതാക്കൾ ഓടിപ്പോയി. ഹല്ലേലൂയ. അങ്ങനെ ഇവർക്ക് പെന്തക്കോസുകാരെ ഭയങ്കര അലർജിയായിരുന്നു. പെന്തക്കോസുകാരോട് സംസാരിക്കുമോ, അവർ വീട്ടിൽ വന്നാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ട ടെസ്റ്റ് മണി പോലെ തന്നെ ഒരുപാട് വെറുത്തിരുന്നവരാണ്. ഹല്ലേലൂയ. ഊരാബാശാന്തര. അപ്പം ഇങ്ങനെ വിഷമിച്ച് അവരിങ്ങനെ അവരുടെ പൂജാമുറിയിൽ കയറിയാൽ തന്നെ എല്ലാ പുണ്യാളന്മാരുടെ ഫോട്ടോസ് ഇവർ അടുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ പടങ്ങളെല്ലാം ഇവർക്ക് ദേഷ്യം വന്ന് എല്ലാം ചുറ്റിക വെച്ച് അടിച്ചു പൊട്ടിച്ചു. കാര്യം ഇത്രയും വർഷം അവർ പറഞ്ഞ ഇതാണ്, ഇത്രയും വർഷം ഇവരെയൊക്കെ സേവിച്ചിട്ട് എൻ്റെ കുഞ്ഞിന് ഇതുവരെ സൗഖ്യം ലഭിച്ചില്ല. ഹല്ലേലൂയ. ഓറി ഖലബശന്തരാധികാരകശന്തര. ഹല്ലേലൂയ. അങ്ങനെ വിഷമിച്ച് അവർ രാത്രി ഉറങ്ങാൻ കിടക്കുകയാണ്. രാത്രി ഉറക്കെ ഒരു ശബ്ദം അവരുടെ മുറിയിൽ മുഴങ്ങിക്കേട്ടു. ഹല്ലേലൂയ. ഓറി ഖലബശന്തര. ഒരു എന്താ പറയുക, ഒരു മലയുടെ മുകളിൽ നിന്ന് ഹല്ലേലൂയ ഒരാൾ വിളിച്ചു പറയുന്നത് പോലെ ഒരു ദർശനം ഈ സിസ്റ്റർ കാണുവാണ്. ഹല്ലേലൂയ. ഒരു വലിയ പ്രകാശം വന്ന് അവരുടെ ആ ബെഡ്റൂമിലുള്ള ക്ലോക്കിൽ വന്ന് ഇങ്ങനെ അടിച്ചിട്ട്, നമുക്കറിയാലോ റിഫ്ലക്ഷൻ പോലെ ഇങ്ങനെ ഇവരുടെ മുഖത്തേക്ക് ഇങ്ങനെ അടിക്കുകയാണ്. എന്നിട്ട് ഒരു ശബ്ദം കേൾക്കുവാണ്, I am the Lord of Abraham, Isaac and Jacob. ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണെന്നുള്ളൊരു ഒരു ശബ്ദം അവർ കേട്ടു. ഹല്ലേലൂയ. ഓറി ഖലബശന്തര. എന്നിട്ട് അത് മലയാളത്തിലും പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ അബ്രഹാമിൻ്റെ ഇസാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവമാണ്, എനിക്ക് കഴിയാത്തതായ ഒന്നുമില്ല. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞിന് അസുഖം വന്നിട്ട് ഇന്ന് 21ാമത്തെ ദിവസമല്ലേ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. അവർ കിടക്കയിന്ന് ചാടി എഴുന്നേറ്റു. ഹല്ലേലൂയ. ബ്രിഖാലബശന്തര. അവർ ഓടിച്ചെന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞു, ഹസ്ബൻഡിനെ തട്ടിയിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, ഇങ്ങനെ ദൈവം എന്നോട് സംസാരിച്ചു. ഹല്ലേലൂയ. ഉറക്ക ഒരു ശബ്ദം റൂമിൽ കേട്ടു, വലിയൊരു പ്രകാശം ഈ മുറിക്കകത്ത് മിന്നി എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അതിങ്ങനെ മാനസികമായി തകർന്നിരിക്കുമല്ലേ. ഹല്ലേലൂയ. അപ്പം വെറുതെ എന്താ പറയുക, നമ്മൾ പറയത്തില്ലേ, എന്തെങ്കിലും വല്ലാത്ത സ്വപ്നം വല്ലതും കണ്ടതായിരിക്കും, നീ പോയി കിടന്ന് ഉറങ്ങ്, യാക്കോബക്കാരോടൊന്നും ദൈവം സംസാരിക്കത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വൈഫിനെ തിരിച്ചു വിട്ടു. ഹല്ലേലൂയ. പിന്നും ആ ശബ്ദം വീണ്ടും ഈ സിസ്റ്റർ കേൾക്കുവാണ്, I will never leave you nor forsake you. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല. നിന്നെ ഡോക്ടർമാർ വെടിഞ്ഞു, നിന്നെ ഹല്ലേലൂയ നിന്റെ വീട്ടുകാർ നിന്നെ തടഞ്ഞു. ഹല്ലേലൂയ. നിന്റെ ഫാമിലിക്കാർ നിന്നോട് സംസാരിക്കത്തില്ല, എല്ലാവരും നിന്നെ കൈവിട്ടു. മകളെ, ഞാൻ നിന്നെ കൈവിടുകയില്ല. ഞാൻ സകലത്തെ ഉണ്ടാക്കിയ ദൈവമാണ്, ഞാൻ സകല ജഡത്തിൻ്റെ ദൈവമായ യഹോവയാണ്. ഹല്ലേലൂയ. വീണ്ടും ആ സഹോദരി ചാടി എഴുന്നേറ്റു. ഹല്ലേലൂയ. ഒറിഖാലബശന്തര. ദൈവമാണ് സംസാരിച്ചതെന്നുള്ള പൂർണ്ണ ബോധ്യം ഈ സഹോദരിക്ക് മനസ്സിലായി. ഹസ്ബൻഡിനോട് ഓടിപ്പോയി പറഞ്ഞു. ഹല്ലേലൂയ. ഓറിഖാലബശന്തര. വീണ്ടും ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് വെറുതെ തോന്നിയതാ, യാക്കോബക്കാരോടൊന്നും ദൈവം സംസാരിക്കത്തില്ല. ഹല്ലേലൂയ. നമുക്കറിയാമോ, മറിയയോട് ദൂതൻ വന്ന് സംസാരിച്ചപ്പോൾ മറിയ, അടിയനിലത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ്
മറിയെ ഏൽപ്പിച്ചു കൊടുത്തു. ഹാലേലൂയ. അതുപോലെ ഈ സിസ്റ്ററും ആ വചനം അങ്ങ് ഉള്ളിൽ സംക്രമിച്ചു. ഹാലേലൂയ. വ്രീകാലാഭശന്തര അധികാരകശന്തര. അപ്പോഴാണ് ഈ സഹോദരിക്ക് മനസ്സിലായത്, ഞാൻ ഇതുവരെ സേവിച്ചതൊന്നും യഥാർത്ഥ ദൈവമല്ല, ജീവനുള്ള ദൈവമാണ് ഇന്ന് രാത്രി എന്നോട് സംസാരിച്ചത്. ഹാലേലൂയ. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയപ്പോൾ ഇവരുടെ സഹോദരന്മാർ ഇവിടെ US-ലുണ്ട്. അങ്ങനെ US-ലേക്ക് ഇവർ ഫാമിലി ആയിട്ട് കടന്നു പോവുകയാണ്. കാര്യം ഈ കുട്ടിക്ക് ഫർദർ ഒരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഹല്ലേലൂയ US-ൽ ലഭിക്കും എന്നുള്ള ആ സന്തോഷത്തിൽ ആ സഹോദരന്മാർ അവരെ കെയർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ ഇവരിവിടെ കിടന്ന് ഒറ്റയ്ക്ക് ഭാരപ്പെടുന്നു, എല്ലാവരാലും ഒറ്റപ്പെടുന്നു. ഹല്ലേലൂയ. ആദ്യം കണ്ട് വിഷമിച്ചിട്ട് എല്ലാവരും കൂടെ 2-3 ബ്രദേഴ്സ് ഉണ്ട്, അവരെല്ലാവരും കൂടി ഇവർക്ക് വിസ എല്ലാം കൊടുത്ത് ഇവർ അമേരിക്കയിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഹല്ലേലൂയ. അവിടുത്തെ ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ് വരെ ഈ കുഞ്ഞിന് കൊടുത്തിട്ട് ഈ കുഞ്ഞ് സൗഖ്യമാകുന്നില്ല. ഹല്ലേലൂയ. വ്രീകാലാഭശന്തര അധികാരം. ഓരോ ദിവസവും ഈ സഹോദരിക്ക് ദൈവം ദർശനങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. വ്രീകാലാഭശന്തര. പക്ഷെ ഈ സഹോദരിക്ക് വചനമൊന്നും അറിയത്തില്ല കേട്ടോ. ഹല്ലേലൂയ. വചനം കർത്താവ് വിഷൻസ് ആയിട്ട് ഈ സഹോദരിക്ക് കൊടുത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഓറികാലാഭശന്തര. ഈ സഹോദരിക്ക് ഓരോ പ്രാവശ്യവും കർത്താവിൽ നിന്നുള്ള ഈ ദർശനം ലഭിക്കുമ്പോൾ അവരുടെ ഹൃദയം അങ്ങ് ശാന്തമാകും, ആ ഭാരം അങ്ങ് മെൽറ്റായി പോവും. ഹല്ലേലൂയ. അങ്ങനെ അവരും ഹസ്ബൻഡും ആ വലിയ ഭാരത്തിൽ നിന്ന് ഓരോ ദിവസവും കർത്താവ് വിഷൻസിലൂടെ അവരെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഓറികാലാഭശന്തര അധികാരകസന്തര. അങ്ങനെ എന്ത് ചെയ്തു? പിന്നെ ഈ സഹോദരിക്ക് ദർശനത്തെക്കുറിച്ചുള്ള ചിന്തയായി. ഹല്ലേലൂയ. അതുവരെ എപ്പോഴും ഈ മകളെക്കുറിച്ചുള്ള ചിന്തയായിരുന്ന സ്ഥാനത്ത് ഈ സഹോദരിക്ക് പിന്നെ ഹല്ലേലൂയ ഈ വിഷൻസിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. നമുക്കറിയാം ശമൂവേല് എന്താ പറയുക, ഈ കഴുതയെ തേടിപ്പോയൊരു കാര്യമുണ്ടല്ലോ, ശൗല്. അതുപോലെ ഹല്ലേലൂയ. അവസാനം ശമൂവേലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പറയുക, കഴുതയെ കണ്ടു കിട്ടി, പക്ഷേ ഈ കഴുതയെക്കുറിച്ചുള്ള ചിന്തയല്ല, ഹല്ലേലൂയ, ദൈവത്തെക്കുറിച്ചുള്ളൊരു വലിയ പേർപ്പസാണ് നമുക്ക് ശൗലിന് അവിടെ പ്രവാചകൻ കൊടുക്കുന്നത്. അതുപോലെ ഈ സിസ്റ്ററിൻ്റെ ഹല്ലേലൂയ തൻ്റെ ഉള്ളിലെ ഭാരമെല്ലാം കർത്താവ് മാറ്റിയിട്ട് കർത്താവ് ഓരോ ദിവസവും കൊടുക്കുന്ന ദർശനങ്ങൾ മാത്രമായി ചിന്തിക്കുന്നു. ഹല്ലേലൂയ. 3-4 മാസം ഇങ്ങനെ ഡെയിലി ദർശനം കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കെ താൻ ഒരു ശബ്ദം കേൾക്കുവാണ്, കർത്താവായ യേശുക്രിസ്തു മേഘത്തിൽ പ്രത്യക്ഷനാകുന്നു, അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുന്നു. ഹല്ലേലൂയ. ബൈബിളിലെ ഓരോ വാക്യങ്ങൾ എടുത്ത് കർത്താവ് വിഷനായിട്ട് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഓറികാലാഭശന്തര. അപ്പം ഈ ഹസ്ബൻഡും മൂത്ത മോളും കൂടി അവിടെ ഒരു ഇവരുടെ യാക്കോബ ചർച്ചിൽ പോയിക്കൊണ്ടിരുന്നു. ഈ പുള്ളിക്കാരി ചർച്ചിലങ്ങും പോകത്തില്ല, ഇളയ കുഞ്ഞ് വയ്യാത്തതല്ലേ, അതിനെയും കൊണ്ട് പോകുമ്പം ആൾക്കാർ ഇനി നമുക്കറിയാമല്ലോ, പബ്ലിക്കായിട്ട് ഇറങ്ങി കഴിയുമ്പോൾ ആൾക്കാർ ആവശ്യമില്ലാത്തതൊക്കെ ചോദിക്കും. അവർക്ക് ഒന്നുകൂടെ മാനസികമായി മുറിവേൽപ്പിക്കുന്നുണ്ട്. അവർ വീട്ടിൽ തന്നെ അങ്ങനെ ഇരുന്നപ്പോൾ അവരെന്ത് ചെയ്തു, ഒരു ദിവസം ഈ കുഞ്ഞിനെയും കൊണ്ട് വെറുതെ ഒന്ന് നടക്കാനിറങ്ങി അവർ ചെന്ന് നിൽക്കുന്നത് ഒരു പെന്തക്കോസ് ചർച്ചിൻ്റെ ഫ്രണ്ടിലാണ്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ നോക്കുമ്പം അവിടെ ബൈബിൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ റെവലേഷൻ, വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ഹല്ലേലൂയ. വ്രീകാലാഭശന്തര. അവർ വെളിയിൽ നിന്നു. കയറണോ കയറണ്ടേ? കയറിയാൽ ഇനി ഹസ്ബൻഡിൻ്റെ പ്രശ്നം ഉണ്ടാവുമോ? ഹസ്ബൻഡിനാണെങ്കിൽ ഈ എപ്പോഴും പറയുന്നൊരു കാര്യം, നീ എവിടെ പോയാലും കൊള്ളാം, ഇങ്ങനെ ഒരു മാർഗത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ പോയേക്കരുന്ന് എപ്പോഴും പറയണൊരു കാര്യമാണ്. ഹല്ലേലൂയ. അപ്പം എന്നാലും ഹല്ലേലൂയ ചർച്ചിനകത്ത് അപ്പം എപ്പോഴും ഹസ്ബൻഡ് പറയും, ഇത് കൾട്ടാണ്, ഒരിക്കലും വിശ്വസിക്കരുത്, ഇങ്ങനത്തെ പ്രാർത്ഥനകൾ ഒരിക്കലും പോവരുത്, ഹല്ലേലൂയ, കള്ളന്മാരാണ് എന്നൊക്കെയാണ് ഈ പറയുന്നത്. ഹല്ലേലൂയ. അപ്പം സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും എന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. ഓറികാലാഭശന്തര. അപ്പം സിസ്റ്റർ വെളിയിൽ നിന്ന് കേൾക്കുമ്പം സിസ്റ്റർ കണ്ട ദർശനങ്ങൾ ആണ് അവിടെ വചനത്താൽ ആ ദേവദാസൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഓറിക്കാല നല്ല നല്ല പാട്ടുകൾ പാടുന്നു. സിസ്റ്ററിന് ഭയങ്കര സന്തോഷമായി. അകത്ത് കയറി ഇരിക്കണോ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ഹല്ലേലൂയ. എന്തായാലും സിസ്റ്റർ ഒരു കാര്യം തീരുമാനിച്ചു. ഹസ്ബൻഡും മൂത്ത മോളും ഹല്ലേലൂയ അവരുടെ ഓർത്തഡോക്സ് ചർച്ചിൽ പോകുന്ന സമയം അവരിറങ്ങിക്കഴിഞ്ഞ് ഈ ഇളയ കുഞ്ഞിനെയും കൊണ്ട് അവർ 3 മാസം ഈ പെന്തക്കോസ് ചർച്ചിൽ
അവർ ഈ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി. ആരാധനാ ദിവസം അല്ല, അവരത് ആരാധന വേറൊരു സമയത്താണ്, ബൈബിൾ ക്ലാസ് ആണ് ആ സമയത്ത് നടക്കുന്നത്. ആ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പം ഹല്ലേലൂയ, ഓരോ വചനം അവിടെ ആ ദേവദാസൻ പ്രസംഗിക്കുമ്പോഴും ഒരു ട്യൂബ് ലൈറ്റ് ഇങ്ങനെ ഒരു ടോർച്ച് പോലെ നേരെ ഈ സിസ്റ്ററിൻ്റെ മുഖത്തേക്ക് അടിക്കുമായിരുന്നു. ഹല്ലേലൂയ. കാര്യം ഓരോ വചനവും ഹല്ലേലൂയ ഈ സിസ്റ്ററിന് ദൈവം ഇങ്ങനെ തൊട്ടുകൊണ്ടിരുന്നു. ഓരോ വചനവും ഹല്ലേലൂയ ഭയങ്കര പ്രകാശം അവരുടെ ദേഹത്ത് അടിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഓരോ ദിവസവും കൂടുന്തോറും ഇവർക്ക് ഭയങ്കര ആഗ്രഹമായി ഈ മീറ്റിങ്ങിന് കടന്നു വരാനായിട്ട്. ഒരു ദിവസം ഹസ്ബൻഡിനോട് അതുവരെയും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഒരു ദിവസം ഭർത്താവിനോട് ചോദിച്ചു, അച്ചായ ഒരു ദിവസം ഈ പ്രാർത്ഥനയ്ക്കൊന്ന് വരാമോ? ഞാൻ വെറുതെ വെളിയിൽ നിന്ന് കേട്ടതേ ഉള്ളൂ, അച്ചായൻ വരുവാണെങ്കിൽ ഞാനൊരു സ്ഥലത്ത് കയറി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഹസ്ബൻഡ് കയറി വന്നു. ഹല്ലേലൂയ. ഹസ്ബൻഡുമായിട്ട് ഒരു ദിവസം ആരാധനയ്ക്ക് ആ ചർച്ചിലേക്ക് കടന്നു പോവുകയാണ് അവർ. ഹല്ലേലൂയ. അവർ അവിടെ വെച്ച് ഹല്ലേലൂയ എന്താ പറയുക, അന്ന് മുതൽ അവർക്ക് മനസ്സിലായി ഇതുവരെ അവർ പോയ വഴി ശരിയായിരുന്നില്ല എന്ന് വചനം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. അവർ രണ്ടുപേരും വീട്ടിലിരുന്ന് വചനം പഠിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകും. യേശു കർത്താവിൻ്റെ അന്ത്യകൽപ്പനയാണ് സ്നാനം. ഹല്ലേലൂയ. അപ്പം ഇവർ രക്ഷിക്കപ്പെട്ടായിരുന്നു, സ്നാനമെടുക്കണം. അപ്പം സ്നാനത്തിനാണെങ്കിൽ ആഭരണം ഊരണം. ഹല്ലേലൂയ. അവർക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അവരുടെ കുഞ്ഞുങ്ങളെല്ലാം ആഭരണം ഇട്ടിരിക്കുന്നവരായിരുന്നു. ഹല്ലേലൂയ. അവർക്ക് ആഭരണം ഊരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഹല്ലേലൂയ അവർക്ക് സ്നാനപ്പെടുകയും ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം എന്നിങ്ങനെ അവർ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ആഭരണം ഊരാനുള്ള മടി കാരണം സ്നാനം കുറച്ചങ്ങ് ഡിലേ ആയിപ്പോയി. ഹല്ലേലൂയ. ഒരു ദിവസം എന്ത് ചെയ്തു, ഹല്ലേലൂയ, അതും എന്താ പറയുക, ഇതിനകത്ത് പറയുന്നുണ്ട് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിന് മലയാളം നേരെ സംസാരിക്കാൻ അറിയത്തില്ല. ഹല്ലേലൂയ. ഈ പുള്ളിക്കാരി ഇരുന്ന് വചനം ധ്യാനിച്ച് മലയാളത്തിൽ ഹസ്ബൻഡിന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണ് ഇവരെന്നും വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ ഇവർ പറയുന്നുണ്ട്, ഇവരുടെ ഒരു 2 ഫ്രണ്ട്സ്, ഒരു അന്നാമ്മയും വേറൊരു പേരും പറയുന്നുണ്ട്. എപ്പോഴും ആ സഹോദരിമാർ ഇവരുടെ പുറകെ എപ്പോഴും വീട്ടിൽ കയറി ഇറങ്ങുമായിരുന്നു. കാര്യം ഇവരെന്തോ ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവരെന്തോ ഒരു വഴിയിലേക്ക് തിരിയുന്നു എന്ന് ആ സഹോദരിമാർക്ക് മനസ്സിലായി. അതറിയാൻ വേണ്ടിയിട്ട് ഇവരെപ്പോഴും ഇവരുടെ വീട്ടിൽ കയറി ഇറങ്ങുമായിരുന്നു. ഹല്ലേലൂയ. റിഖാലാബശന്തര. അപ്പോൾ അവർക്കൊരു എന്താണ്, ഇനി നമ്മൾ സ്നാനപ്പെടാൻ പോകുമ്പോൾ ആഭരണമെല്ലാം ഊരിക്കഴിയുമ്പോൾ ഇവരൊക്കെ ഇനി എന്നാ പറയും, ഫ്രണ്ട്സ് എന്നാ പറയും, നെയ്ബേഴ്സ് എന്നാ പറയും, ആകെ ഒരു വിഷമം. ഹല്ലേലൂയ. 3 ആഴ്ച ഇവരെന്ത് ചെയ്യും, ഊരും ഇടും അങ്ങനെയായിരുന്നു. ഹല്ലേലൂയ. ഒരു ദിവസം എന്ത് ചെയ്തു, ഹല്ലേലൂയ, കിച്ചണിൽ ഇങ്ങനെ ചായ എന്തോ ഇട്ടുകൊണ്ടിരിക്കുവാണ്. ഹല്ലേലൂയ. അപ്പോൾ പുറകെ നിന്നൊരു ശബ്ദം കേൾക്കുവാണ്. ഹല്ലേലൂയ. ധാരബശന്തര. ലാവണ്യം വ്യാജവും ഹല്ലേലൂയ സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു, യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. ഹല്ലേലൂയ. ഈ ശബ്ദം ഭയങ്കര മുഴങ്ങി കേൾക്കുവാണ് പുള്ളിക്കാരുടെ ഈ സിസ്റ്ററിൻ്റെ ബാക്കിൽ നിന്ന്. പക്ഷെ ആരെയും കാണുന്നില്ല. പുറകെ നോക്കിയിട്ട് മനസ്സിലായി കർത്താവ് വീണ്ടും ഇടപെടുക, കർത്താവ് സംസാരിക്കുക. ഹല്ലേലൂയ. ആ നിന്ന നിപ്പിൽ തന്നെ മക്കളെയും വിളിച്ച് പുള്ളിക്കാരിയുടെ ആഭരണവും ഊരി, ആ മക്കളുടെ ആഭരണവും അവർ ഊരി. ഹല്ലേലൂയ. ദൈവശബ്ദം കേട്ടത് അവർ അപ്പോൾ തന്നെ അനുസരിച്ചു. ഹല്ലേലൂയ. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം താഴേക്ക് വരുമ്പോൾ വായിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെയാണ്, എന്നോട് കേട്ട പദ്യവചനം നീ ക്രിസ്തേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക. ഹല്ലേലൂയ. റിഖാലാബശന്തര. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ നീ എൻ്റെ മുമ്പിൽ നിഷ്കളങ്കനായി നടക്കുക. ഹല്ലേലൂയ. ഈ സിസ്റ്ററിനോട് പിന്നെ ദൈവം മുഴക്കത്തോടെ സംസാരിച്ചൊരു കാര്യം ഇതാണ്. ജനസിസ് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ്. ഹല്ലേലൂയ. റിഖാലാബശന്തര. അധികാരകശന്തര.
അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക, എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. അപ്രകാരം ഹല്ലേലൂയ ഈ സിസ്റ്റിനോട് സംസാരിക്കാൻ ഇടയായി. നീ എൻ്റെ മുമ്പിൽ നിഷ്കളങ്കയായി നടക്കുക. ഹല്ലേലൂയ. റിഖാലബശന്തര അധികാരകശന്തര. വീണ്ടും ഈ കുഞ്ഞിനെ ഹല്ലേലൂയ, ഈ കുട്ടിക്ക് പെട്ടെന്ന് പാരലൈസ്ഡ് ആയി. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് മുഴുവനും പാരലൈസ്ഡ് ആയി. എപ്പിലെപ്സി ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഈ കുട്ടിയെ 13 ഡേയ്സ് വീണ്ടും ഫിലഡൽഫിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയി. ഹല്ലേലൂയ. മെനിഞ്ചൈറ്റിസ് വന്നു, ICUവിലാണ്. ഹല്ലേലൂയ. വീണ്ടും നിലവിളിക്കാൻ തുടങ്ങി. കർത്താവിനോട് അധികമായി കിടന്ന് നിലവിളിച്ചു. ഹല്ലേലൂയ. ഓറിഖലബശന്തര. എല്ലാവരുടെ മുന്നിൽ, കർത്താവേ ഞങ്ങൾ നാണം കെടാൻ പോവുകയാണല്ലോ, ഹല്ലേലൂയ, എല്ലാവരും പറയുമല്ലോ ഞങ്ങൾ ഇതിന് ഇറങ്ങി തിരിച്ചിട്ട് എല്ലാവരും ഞങ്ങളെ നിന്ദിക്കുമല്ലോ, എന്ത് ചെയ്യും? അപ്പം കർത്താവിൻ്റെ ശബ്ദം ഉറക്കെ വീണ്ടും ഈ സിസ്റ്റർ കേൾക്കുവാണ്. സങ്കീർത്തനം 66 സങ്കീർത്തനത്തിൻ്റെ 16 വാക്യം എന്താണെന്നറിയോ? സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പിൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കും. ഹല്ലേലൂയ. ഓറിഖലബശന്തര. അങ്ങനെ വായിക്കുമ്പോൾ ഈ വചനം എടുത്ത് സിസ്റ്റർ എടുത്ത് വായിക്കുവാണ്. ഹല്ലേലൂയ. അങ്ങനെ വായിക്കുമ്പോൾ ഈ വചനം എഴുന്നേറ്റ് തൻ്റെ നേരെ, ഇവർ ആക്ച്വലി ഹോസ്പിറ്റലിൽ കുഞ്ഞ് ICUവിൽ കിടക്കുക. ഇവർ കുറച്ച് നേരത്തെ സമാധാനത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ പുറത്തിറങ്ങിയിട്ട് കാറിൻ്റെ ഡോർ അടച്ചിട്ട് കാറിനകത്ത് രണ്ടുപേരും കൂടെ ഇരിക്കുമ്പോഴാണ് കർത്താവ് ഈ ശബ്ദം ഉറക്കെ കേൾക്കുന്നത്. ഹല്ലേലൂയ. സിസ്റ്റർ ഹസ്ബൻഡിനോട് പറഞ്ഞു, കർത്താവ് എന്നോട് പറയുന്നു എൻ്റെ കുഞ്ഞ് മരിക്കത്തില്ല. ഹല്ലേലൂയ. അനേകരുടെ മുന്നിൽ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടാൻ പോവാന്ന് കർത്താവിനോട് പറയാം. നമ്മൾ വായിച്ച വചനം എന്താ? സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പിൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കും. കർത്താവ് ഈ കുഞ്ഞിന് കൊടുത്ത അത്ഭുതത്തെക്കുറിച്ച് ഈ സിസ്റ്റർ ലോകം മുഴുവൻ സാക്ഷിക്കാൻ പോവാന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ സിസ്റ്റർ ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് മരിക്കത്തില്ല, ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തുവാൻ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്ന് അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. ദൈവമക്കളെ, വചനം ഒരു കാര്യം പറഞ്ഞാൽ ഹല്ലേലൂയ അതിനൊരിക്കലും വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ല. ഹല്ലേലൂയ. ആ കുഞ്ഞ് മരിച്ചു പോയിരുന്നെങ്കിൽ അവരേറ്റവും വലിയ നിന്ദാപാത്രമായി ഇവിടെ തീരുമെന്ന് കർത്താവിനും അറിയാം, അവർക്കും അറിയാമായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ 13ാമത്തെ ദിവസം കുഞ്ഞിനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഹല്ലേലൂയ. റിഖാലബശന്തര അധികാരകസന്തര. അങ്ങനെ 5 വർഷം കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിന് കിഡ്നി ഫെയിലിയേഴ്സ് ഉണ്ടായി. ഹല്ലേലൂയ. എന്താ പറയുക, കിഡ്നി വർക്ക് ചെയ്യണില്ല, ടോട്ടലി ഡെഡായൊരു സിറ്റുവേഷനായി. ഹല്ലേലൂയ. ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടിയുടെ കിഡ്നി വർക്ക് ചെയ്യുന്നില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പം നല്ലൊരു കിഡ്നി ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങളെ വിളിക്കാം, അപ്പോൾ നിങ്ങൾ വന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. റിഖാലബശന്തര വിദേകേസ്യാന്തര രബശന്തര. അപ്പം അങ്ങനെ ഇരിക്കുന്ന കുറേ ദിവസങ്ങൾ ഇങ്ങനെ പോവുകയാണ്, മുന്നോട്ട് പോവുകയാണ്, ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ഹോസ്പിറ്റൽ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോവുകയാണ്. അതിനിടയ്ക്ക് സിസ്റ്റർ ഇങ്ങനെ ആലോചിച്ചു, എൻ്റെ 2 കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും കർത്താവേ? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമോ? അവരുടെ ഫർദർ ആയിട്ടുള്ള വിവാഹ ജീവിതമൊക്കെ എങ്ങനെ ആയിരിക്കും എന്നിങ്ങനെ ഭാരപ്പെട്ട് വിഷമിച്ചിരിക്കുമ്പോൾ കർത്താവ് വീണ്ടും പറയുവാണ്. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി ഞാൻ ശ്രേഷ്ഠന്മാരെ കൊണ്ടുവരും. ഹല്ലേലൂയ. അപ്പം ശ്രേഷ്ഠന്മാരെ കൊണ്ട് ഞാൻ നിൻ്റെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. അപ്പം സിസ്റ്റർ ചോദിച്ചു, ആരാ ഈ ശ്രേഷ്ഠന്മാർ? ഹല്ലേലൂയ. ഭർത്താവിനോട് ചോദിച്ചു, മക്കളോട് ചോദിച്ചു, അറിയാവുന്നവരോടൊക്കെ ചോദിച്ചു, ആരാ ഈ ശ്രേഷ്ഠന്മാർ? അപ്പം കർത്താവ് തന്നെ പറയുവാണ്. ഹല്ലേലൂയ. ഭൂമിയിലുള്ള വിശുദ്ധന്മാർ ആണ് ശ്രേഷ്ഠന്മാർ. ഹല്ലേലൂയ. റിഖാലബശന്തര. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ 2 കുഞ്ഞുങ്ങൾക്കും ഹല്ലേലൂയ ദൈവകൃപയാൽ ഏറ്റവും നല്ല ശ്രേഷ്ഠന്മാർ, ദേവദാസന്മാരുടെ മക്കളെ തന്നെ ഭർത്താക്കന്മാരായിട്ട് കിട്ടി. അതിലേറ്റവും വലിയ അത്ഭുതം, നമ്മൾ കർത്താവിൻ്റെ പ്രോഫസി എന്തായിരുന്നു? ഹല്ലേലൂയ നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ.
റിക്കാലാബ കർത്താവിൻ്റെ നാമം ഇവരിലൂടെ മഹത്വപ്പെടും എന്നല്ലേ വായിച്ചത്. സങ്കീർത്തനം 66:16 സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പിൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കും. ഹാലേലൂയ ധാരാഭാഷാന്തര. കർത്താവ് ഇവരെ എന്താ പറയുക, കർത്താവിൻ്റെ നാമം ലോകം മുഴുവൻ മഹത്വപ്പെടുവാൻ പോവാണ് ഇവരിലൂടെ എന്ന് കർത്താവ് എന്ന് പറഞ്ഞായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഈ മൂത്ത കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. രണ്ടാമത്തെ കുട്ടിയുടെ കല്യാണത്തിൻ്റെ ഒരാഴ്ച മുന്നെയാണ് ഡോക്ടർ പറയുന്നത് ഈ കുട്ടിക്ക് ആപ്റ്റായിട്ടുള്ളൊരു കിഡ്നി വന്നിട്ടുണ്ട്, വേഗം അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഡോക്ടർ ഈ കുട്ടിയുടെ എൻ്റെ മോടെ കല്യാണമാണ് ഈ വരണ സാറ്റർഡേ. ഹല്ലേലൂയ. അപ്പം മൺഡേ ആണ് അഡ്മിറ്റ് ആവേണ്ടത്. ഫ്രൈഡേ ഈവനിങ്, ഫ്രൈഡേ സർജറി കഴിഞ്ഞ് ഫ്രൈഡേ ഈവനിങ്ങിലാണ് ഈ കുട്ടീനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത്. സാറ്റർഡേ മോർണിംഗ് ആണ് കല്യാണം നടക്കുന്നത്. ഹല്ലേലൂയ. ഇവർ ആക്ച്വലി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവണ ആ സമയത്ത് നമുക്കറിയാം BBC, CNN, പവർ വിഷൻ, ഈ വലിയ വലിയ ചാനൽസ് ആ ഹോസ്പിറ്റലിലെത്തി ഇവരെ ഇൻ്റർവ്യൂ ചെയ്തു. മീഡിയയിൽ ഈ വാർത്ത വന്നു. കർത്താവ് എത്ര വലിയവനാണെന്ന് നിങ്ങൾ നോക്കിക്കേ. കർത്താവിൻ്റെ നാമം ഹാലേലൂയ മഹത്വപ്പെട്ടു ഈ കുഞ്ഞിലൂടെ. കർത്താവ് വലിയവ ചെയ്തു. ഹാലേലൂയ വ്രീഖാലാബ ശന്തര. നമ്മൾ എന്താ പറയുക, വീണ്ടും കർത്താവ് ഇടപെടുകയാണ്. നമ്മൾ 41-ാം സങ്കീർത്തനത്തിൻ്റെ ഹല്ലേലൂയ വ്രീഖാലാബ ശന്തര 41-ാം സങ്കീർത്തനത്തിൻ്റെ 18-19 നമ്മൾ വായിക്കുവാണെങ്കിൽ 18, 19, 20 ഹാലേലൂയ ഓറി ഖാലാബ ശന്തര. യെശയ്യാവ് 41 ഹാലേലൂയ ഓറി ഖാബാസ്യാന്തര 18, 19, 20 വായിക്കുമ്പോൾ ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവകളെയും തുറക്കും, മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളുമാക്കും. ഞാൻ മരുഭൂമിയിൽ ദേവദാരു, ഖദിരമരം, കൊഴുന്ത്, ഒലിവുവൃക്ഷം എന്നിവ നടും. ഞാൻ നിർജ്ജന പ്രദേശത്ത് സരളവൃക്ഷവും പൈൻമരയും പുന്നയും വെച്ചുപിടിപ്പിക്കും. യഹോവയുടെ കൈ അത് ചെയ്തുവെന്നും ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ അത് സൃഷ്ടിച്ചുവെന്നും അവരെല്ലാവരും കണ്ടറിഞ്ഞു വിചാരിച്ചു, ഗ്രഹിക്കേണ്ടതിന് തന്നെ. ദൈവമക്കളെ, ഈ വാഗ്ദത്തം നിവർത്തിയായി. ഹല്ലേലൂയ. ലോകം മുഴുവൻ ഇന്നും യൂട്യൂബിൽ ആ വീഡിയോ കിടപ്പുണ്ട്. ഹല്ലേലൂയ. വീൽ ചെയറിൽ കല്യാണ ആ സ്റ്റേജിലേക്ക് ഈ കുട്ടിയെ കയറ്റിക്കൊണ്ട് പോകുന്നത് കല്യാണത്തിന്. ഹല്ലേലൂയ. അതറിഞ്ഞ് ആ കെട്ടാൻ പോണ ആ പയ്യനോടും ദൈവം ഇടപെട്ടു. നമ്മുടെ യോസേഫിനോട് മറിയെക്കുറിച്ച് ഇടപെട്ടതുപോലെ. ഹല്ലേലൂയ. അങ്ങനെ CNN, BS, പവർ വിഷനിലെ ചാനലിലുള്ളവരെല്ലാം വന്നു. വചനം എന്തോ പറഞ്ഞോ, യഹോവയുടെ കൈ അത് ചെയ്തു. ഹാലേലൂയ എന്നും ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ അത് സൃഷ്ടിച്ചുവെന്നും അവരെല്ലാം അത് കണ്ടറിഞ്ഞു എന്നും വിചാരിച്ചു. അങ്ങനെ ആ വചനം, ആ പ്രോഫസി കർത്താവ് പറഞ്ഞത് നിവർത്തിയായി. ഹാലേലൂയ. വീണ്ടും ഹാലേലൂയ. ഈ കർത്താവിൻ്റെ അവരങ്ങനെ 2 കുടുംബങ്ങളും അമേരിക്കയിൽ ഇന്ന് സന്തോഷമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഹാലേലൂയ. 1 തെസ്സലോനിക്കർ 4:13 പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരും അവരോട് ഒരുമിച്ച് ഹാലേലൂയ ആ കാലത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാമും എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചു കൊള്ളുവീൻ. ഹാലേലൂയ റീഖാലാബ. ഇതാണ് ദൈവമക്കളെ നമുക്കുള്ള ഏറ്റവും വലിയ പ്രത്യാശ എന്നുള്ളത്. ഈ ലോകത്തിലുള്ളൊരു കഷ്ടതയ്ക്കോ എത്ര വലിയ അസുഖത്തിനോ ഹാരഭശന്തര ഒരു നിന്ദയോ അപമാനത്തിനോ നമ്മളെ ഹാലേലൂയ തകർക്കുവാൻ കഴിയത്തില്ല. ഒരു വലിയ പ്രത്യാശയാണ് ദൈവത്തിൻ്റെ മക്കൾക്കുള്ളത്. ഈ വർഷങ്ങളെ ആ ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈ ടെസ്റ്റിമണി അനുഗ്രഹമായി ഞാൻ വിചാരിക്കുന്നു. ഹല്ലേലൂയ. സിസ്റ്റർ ലൈനിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിസ്റ്റർ വന്നിട്ടുണ്ടോ? ഓക്കെ സിസ്റ്റർ ക്യാരി ഓൺ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഗൂഗിൾ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ സിസ്റ്റർ ഗുജറാത്തിലെ മിഷണറിയാണ്. ഷീ ഈസ് ഡൂയിങ് എ വണ്ടർഫുൾ മിനിസ്ട്രി ഇൻ ഗുജറാത്ത്. ആ ശുശ്രൂഷയെക്കുറിച്ചൊക്കെ നമ്മളോട് ഷെയർ ചെയ്യും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്ന ഗൂഗിൾ മീറ്റിലേക്ക്. ക്യാരി ഓൺ. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. ഇത് എത്ര സമയം വരിക? എത്ര നേരം വേണമെങ്കിലും എടുത്തോളൂ, നോ പ്രോബ്ലം. ഓക്കെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇന്ന് രാത്രികാലം ഈ സൂം മീറ്റിലേക്ക്
എന്നെ ക്ഷണിച്ച പ്രിയ ഇന്ദുലേഖ സിസ്റ്ററോടും